ഈ വീടെന്ന സ്വപ്നം ഏതൊരു മനുഷ്യൻ്റെ ആഗ്രഹമാണ്. നമ്മുടെ ഈ സാഹചര്യത്തിൽ നമുക്കൊരു വീടെടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രധാന കടമ. മുമ്പ് എനിക്കൊരു വീടുണ്ടായിരുന്നു, അത് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമുക്കിവിടെ വീടുണ്ടാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീടിന് തന്നെ ആദ്യം ഒരു പ്ലാന്, ഒരു സ്കെച്ച് എടുത്തത് ഞാനും എൻ്റെ കുടുംബമാണ്. അതിനുശേഷം എൻജിനീയർ വന്നു, അവർക്ക് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഈ മോഡലിൽ മാഷാ അല്ലാഹ് എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ ഇഷ്ടപ്പെട്ട മോഡൽ തന്നെ എനിക്ക് എൻ്റെ എൻജിനീയർ വീടെടുത്ത് തന്നു. ഇതിൽ ഞാൻ സംതൃപ്തനാണ്. പിന്നെ ഈ വീടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എല്ലാ സൗകര്യങ്ങളും, പുറത്തുള്ള സൗകര്യങ്ങൾ, മുറ്റുണ്ട്, ബാൽക്കണി, സിറ്റ് ഔട്ടിൻ്റെ സൗകര്യങ്ങൾ, ഡൈനിങ് ഹാളിൻ്റെ സൗകര്യങ്ങൾ, കിച്ചണിൻ്റെ സൗകര്യങ്ങൾ, അതല്ലേ ഒരു മനുഷ്യൻ്റെ ഒരു പ്രധാന ഘടകം. അതൊക്കെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീട് നിർമ്മിച്ചത് നമ്മുടെ മൈത്രള്ള റഹീം എന്നുള്ള എൻജിനീയറാണ്. അവർക്ക് ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. അവരുടെ നിതാന്ത പരിശ്രമവും അവരുടെ ഇടപെടലും കൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയായിട്ട് ഈ വീട് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റേതായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെതായിട്ടും ഒരുപാട് സ്കെച്ചുകൾ പുതുതായിട്ട് വന്നു. അതിനനുസരിച്ച് പിന്നെ നമ്മൾ മോഡലുകൾ മാറ്റി ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോഴും എന്നോട് അഭിപ്രായം ചോദിച്ച് അത് ചെയ്ത് വീട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇപ്പം 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടുള്ളത്. നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ 12 സെൻറ്റ് സ്ഥലമാണ്. അതിൽ നമ്മൾ പുറകോട്ട് എടുത്തിട്ട് 4 സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ മുറ്റം തന്നെയാണ്. പിന്നെ 4 ഭാഗവും ചുറ്റുമതിലൊക്കെ വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട തന്നെ ഈ ചുറ്റുമതിൽ, 4 ഭാഗം ചുറ്റുമതിൽ അതിരായിട്ട് നമുക്ക് കാണുന്നത് നമ്മൾ ചുറ്റുമതിൽ തന്നെയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ലിവിങ് റൂം സാധാരണ ഉണ്ടായാൽ എല്ലാ വീടുകളിലും ഉണ്ടാകും 3-2 സോഫ ഉണ്ടാകും. അപ്പോൾ അത് കുറച്ച് നമുക്ക് വിശാലത വേണമെന്ന് എൻജിനീയറോട് പറഞ്ഞപ്പോൾ അവർ കുറച്ച് സൗകര്യത്തോടു കൂടി കുറച്ച് വലുതാക്കി തന്ന് ഈ 4-3 സീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ളതെല്ലാം GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളും, പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞത് നമുക്കിതൊരു ലിവിങ് റൂം ആണെങ്കിലും കൂടിയിട്ട് ഇത് റൂം എന്നുള്ളതിന് ഒരു അടയാളപ്പെടുത്തലിനും കൂടിയാണ് ഇത് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞു വളരെ ഉഷാറായിട്ടുണ്ട്. നമ്മളെ കാഴ്ചപ്പാട് തന്നെയായിരുന്നു. പിന്നെ ഈ സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം ഒരു 600 സ്ക്വയർ ഫീറ്റിൽ ഏതാണ്ട് ഇത് വരുന്നുണ്ട്. ഈ സ്റ്റെയർ നമ്മൾ ചെയ്തത് എങ്ങനെ വെച്ചാൽ സിമെൻ്റ് കൊണ്ട് നമ്മൾ സാധാരണ പലക അടിച്ചിട്ട് ചെയ്യുന്നുള്ള സ്റ്റെപ്പ്, സാധാ സ്റ്റെപ്പ് പോലെയല്ല, വാർത്തിട്ട് പ്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് സെൻറ്ററിൽ ബീം കൊടുത്തിട്ടാണ് സ്റ്റെയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 ഭാഗത്തേക്ക് ഒരേ മാതിരി കൊടുത്തിട്ട് 4 ഭാഗവും നമ്മൾ മാർബിൾ കൊണ്ട് കവർ ചെയ്ത് അതിൻ്റെ അടിയിൽ പിന്നെ ഇപ്പോൾ നമ്മൾ സെൻസർ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ 3-6 വലിയ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ഭാഗം കംപ്ലീറ്റ് കാണാം. ബാക്കിൽ കാട് മുഴുവൻ സ്ഥലമാണ്. അപ്പോൾ ആ പച്ചപ്പ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തന്നെ ആ ഗ്ലാസ് എടുത്ത് കാണിക്കും. നമ്മൾ ഗ്ലാസ് കൂടെ പുറത്തേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ആ പച്ചപ്പും കാണും, ആ പ്രകൃതി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മളെ ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ പറഞ്ഞാൽ നല്ല വിശാലത ഉണ്ട്. ഏതാണ്ട് ഒരു 700ഓളം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഡൈനിങ് ഹാൾ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിന് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പ്രത്യേകമായിട്ട് മുമ്പത്തെ പോലെ അൾമറ ഫിറ്റ് ചെയ്യണ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് പരിപാടി ബോറാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിന് നമ്മൾ ചുമരിനോട് ചേർത്തിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ വാഷ് ബേസ് വന്നിരിക്കുന്നത്. ഈ വാഷ് ബേസ് പിന്നെ ഗോൾഡൻ കളറിൽ മൊത്തത്തിൽ നമ്മൾ ഒരു ഓഫ് വൈറ്റാണ് വീടിന് കൊടുത്ത പെയിൻറ്റ്. അതിന് സാമ്യമായിട്ട് തന്നെയാണ് നമ്മൾ വാഷ് ബേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ജനവാതിലുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്. വൈറ്റ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കളർ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വൈറ്റിനോട് പ്രത്യേക ഒരു മമത ഉണ്ടാവും. ആ വൈറ്റ് പെയിൻറ്റാണ് ഈ ഡൈനിങ് ഹാളിനെ എടുത്ത് കാണിക്കുന്നത്. ഉള്ളോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ കളർ ലൈറ്റിൻ്റെ കൂട്ടത്തിൽ ആ വൈറ്റ് ചുമരും വൈറ്റ് പെയിൻറ്റും കാണിക്കുമ്പം തന്നെ ഈ റൂമിൻ്റെ ഒരു വിശാലതയും നമുക്കൊരു ആശ്വാസം, ഒരു കുളിർമയേകുന്ന ഒരു കാര്യമാണ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് പറയാനുള്ളത് കിച്ചണാണ്.
കിച്ചൺ എങ്ങനെയാവണം എന്നുള്ളതാണ് സ്ത്രീകൾ. അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡാണ്, അവർക്ക് കിച്ചൺ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതുപോലെ എനിക്കും നിർബന്ധമായിരുന്നു കിച്ചൺ കുറച്ച് വിശാലതയൊക്കെ കൊടുത്തിട്ട് ഒരു സൗകര്യം വേണം. കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ളൊരു കിച്ചണാണ്. ഭക്ഷണം കഴിക്കാനും അത് ഫാമിലിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യത്തോടു കൂടി വേണം. അതിനുള്ള സൗകര്യങ്ങളും വിശാലതയും അതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്തൊക്കെ നമ്മൾ ഇൻറ്റീരിയൽ വർക്കായിട്ട് ചെയ്തിട്ടുള്ള ബോക്സുകൾ ഒക്കെ വളരെ വൃത്തിയായിട്ട് വളരെ ഫിനിഷായിട്ട് നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ സ്റ്റോർ റൂമാണ്. സ്റ്റോർ റൂം ലേശം അകത്തേക്ക് ചെന്നിട്ട് ഫ്രിഡ്ജ് വെക്കാനും അതിന് സൈഡിൽ സ്റ്റോറേജ് ചെയ്യാനുള്ള ഒരു പ്രത്യേക സൗകര്യം നമ്മളതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകാത്ത കോലത്തിൽ സൈഡിൽ ഒതുക്കി വെച്ച് പിന്നെ കിച്ചണിൻ്റെ ആ വിശാലത നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മൾ എൻജിനീയർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അത് വലിയ ഒരു ഉപകാരമാണ്. പിന്നെ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം പറഞ്ഞാൽ താഴെ 3 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമാണ്. അത് 3.5 മീറ്റർ വീതിയും 3.5 മീറ്റർ നീളം, അതായത് സ്ക്വയറിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് നല്ല സൗകര്യവും കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെയുള്ള ഫർണിച്ചർ ഇൻറ്റീരിയൽ ഒക്കെ നമുക്കുള്ള സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവരോട് ചെയ്യിച്ചതാണ്. നമ്മളെ താല്പര്യത്തിനനുസരിച്ച് അതിൻ്റെ ഭംഗിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം ആയാലും മറ്റുള്ള 2 ബെഡ്റൂമുകളായാലും വളരെ സൗകര്യമുള്ളതാണ്. ബെഡ്റൂമിൻ്റെ ചേർന്ന് തന്നെയാണ് നമ്മളെ ബാത്റൂം 3 അറ്റാച്ച്ഡ്, 4 അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അതിൽ വാഷ് ബേസ് ആയാലും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ സൗകര്യപ്രദമായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ അകത്തേക്ക് കയറി ബെഡ്റൂമിലേക്ക് കയറിയാൽ തന്നെ നമുക്കൊരു സൗകര്യങ്ങൾ വേണം. സൗകര്യങ്ങളാണല്ലോ നമുക്ക് ആവശ്യം. പിന്നെ മുകളിൽ നമുക്ക് ഒരു ബെഡ്റൂമേ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. കോണിക്കൂട് നേരെ കയറിയതിന് ശേഷം ഒരു ഹാളായിട്ട് ഉണ്ടാക്കിയേക്കാണ്. അത് നമുക്ക് TV വെക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കുമായിട്ട് ഉണ്ടാക്കിയ. ഇതെന്താ വെച്ചാൽ മുമ്പ് ഞാൻ ഈ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് താഴേക്ക് മാത്രമേ എൻ്റെ പദ്ധതി ഉള്ളായിരുന്നു. താഴെ മാത്രം ഉണ്ടാക്കിയിട്ട് 3 ബെഡ്റൂമും ഈ ഡൈനിങ് ഹാള്, കിച്ചണ്, ലിവിങ് റൂം, ഇതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ഞാൻ അങ്ങനെയായിരുന്നു എഞ്ചിനീയർക്ക് ഒരു പ്ലാൻ വരച്ച് കൊടുത്തിരുന്നത്. പിന്നെ അതിന് ശേഷം മറ്റുള്ളവരും നമ്മളെ ബാക്കിക്കാരെല്ലാവരും പറഞ്ഞു എന്താ മുകളിലൊരു റൂം ഉണ്ടാക്കണം. ഇപ്പം ഉണ്ടാക്കും, എല്ലാം സ്വാഭാവികമാണ്, എല്ലാവർക്കും അറിയാം. നമ്മളായാലും ആരായാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തേ അത് ഉണ്ടാക്കുള്ളൂ. പിന്നെ നമ്മൾ അതിന്മേൽ രണ്ടാമത് തുടങ്ങി വെക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഞാൻ അതിന് ശേഷമാണ് എൻ്റെ മെയിൻ സ്ലാബൊക്കെ വാർത്തതിന് ശേഷമാണ് മുകളിൽ പിന്നെ റൂം ഉണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ മുകളിൽ ഉണ്ടാക്കണ്ട എന്നുള്ള നിലക്ക് തുടങ്ങി വെച്ചു. പിന്നെ എല്ലാവരും അഭിപ്രായത്തിനനുസരിച്ച് മുകളിൽ ഒരു ബെഡ്റൂമും ഒരു ഹാളും ആയിട്ട് ഉണ്ടാക്കി. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് മുകളിൽ നമ്മൾ നല്ലൊരു ഫാൻസി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഫാൻസി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലോക്കുകൾ മാഷാ അല്ലാഹ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും ബാക്കി എടുക്കുന്നുണ്ട്. അത് സംഭവം ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. പിന്നെ മുകളിലുള്ള ഹാളും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.